നമസ്കാരം ഡോക്ടർ. ഇതൊരു കല്ലുമായി ബന്ധപ്പെട്ടൊരു സംശയമാണ് ചോദിക്കാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ബ്രദറിനാണ് ഈ ഒരു രോഗ സാഹചര്യം ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ബ്രദറിന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കടുത്ത പനിയാണ് ഉള്ളത്. ആ ഒരു പനിയുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കണ്ടപ്പോൾ നടത്തിയ പരിശോധനകളിൽ മൂത്രനാളിയിൽ കല്ല് ക്രോസ് ആയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ക്രോസ്, അപ്പോൾ അത് ഇൻഫെക്ഷനാണ് എന്ന് പറഞ്ഞു. 11 ദിവസം 3 നേരം വെച്ച് അതിനുള്ള ഇൻഫെക്ഷനുള്ള മരുന്നുകൾ കഴിച്ചു. ഇൻഫെക്ഷൻ കുറയുന്നില്ല. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു മാറ്റവും കാണുന്നുമില്ല. അപ്പോൾ ഇവർക്ക് ഈ ഒരു കല്ലുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻ തീരെ കുറയാതെ ആകുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആദി വന്നതിൻ്റെ പുറത്താണ് ഡോക്ടറോട് ഈ ഒരു ചോദ്യം ചോദിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. എന്താണ് ഡോക്ടർ അവർക്ക് പറയാം? ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ ഈ ഹിസ്റ്ററിയൊക്കെ കേട്ടതിൽ നിന്ന് ഇത് കല്ല് വന്നിട്ട് ആ കിഡ്നി ബ്ലോക്ക് ആയിട്ട് കിഡ്നിയിൽ മൂത്രം കെട്ടിക്കിടന്നിട്ടുള്ള ഇൻഫെക്ഷനാണ്. ആ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കിഡ്നിയെ ആദ്യം തുടക്കത്തിൽ ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ പോലെ ആയിരിക്കും. പക്ഷേ അത് കഴിഞ്ഞാൽ അത് കിഡ്നിയെ ബാധിക്കും. കിഡ്നിയെ ബാധിച്ച് കഴിയുമ്പോൾ ഇത് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞുള്ള ഒരു അസുഖം ഉണ്ടാകും. അതായത് കിഡ്നി കംപ്ലീറ്റ് അതിൻ്റെ ആ ഫിൽട്രേഷനെ എല്ലാം ബാധിച്ചിട്ടാണ് പൈലോനെഫ്രൈറ്റിസ് വരുന്നത്. പൈലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്നത് ഒരു സീരിയസ് കണ്ടീഷനാണ്. നമ്മൾ അത് കറക്റ്റായിട്ട് വളരെ മെറ്റിക്കുലസ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അസുഖമാണ്. പിന്നെ ഹിസ്റ്ററിയിലെ പ്രത്യേകിച്ച് ഈ ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റ് ഷുഗർ ഉള്ളതാണോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ഷുഗർ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ എംഫിസമാറ്റസ് പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനുണ്ട്. അതായത് കിഡ്നിക്കകത്ത് ഗ്യാസ് പോലെ ഫോം ചെയ്യും. ഗ്യാസ് ഫോമിങ് ഓർഗാനിസം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അതൊക്കെ അടിയന്തരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടിയ അസുഖങ്ങൾ, അല്ലെങ്കിൽ ആ കിഡ്നിക്ക് ഡാമേജ് വരാം, രോഗിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന ഒരു സ്റ്റേജാണ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ കല്ല് വന്ന് തടഞ്ഞിരുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷൻ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കല്ലിൻ്റെ ബ്ലോക്ക് മാറ്റണം. കല്ല് പൊടിക്കണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ബ്ലോക്ക് മാറ്റണം. ബ്ലോക്ക് മാറ്റാനായിട്ട് ഇപ്പോൾ പുതിയ സംവിധാനങ്ങളുണ്ട്. നമുക്ക് സിസ്റ്റോസ്കോപ്പി എൻഡോസ്കോപ്പി ചെയ്തിട്ട് ഒരു സ്റ്റെൻറ്റ് ഇട്ടാൽ മതി. സ്റ്റെൻറ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ കിഡ്നിയുടെ ബ്ലോക്ക് മാറും. അപ്പോൾ കിഡ്നിയിൽ കെട്ടിക്കിടക്കുന്ന മൂത്രം ഇതായിട്ട് വരും. അപ്പോൾ ഇൻഫെക്ഷൻ പെട്ടെന്ന് കൺട്രോൾഡാകും. അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ നമ്മൾ ഇടയ്ക്ക് പീരിയോഡിക്കായിട്ട് നമ്മളത് അൾട്രാസൗണ്ടൊക്കെ വെച്ച് ഈ പേഷ്യൻറ്റിനെ നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ ആകുന്നുണ്ടോ. ഈ കിഡ്നിയിൽ ചിലപ്പോൾ പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കിഡ്നി വേളിയിലോട്ടൊക്കെ അത് വരാൻ, പെരിനെഫ്രിക് എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത്രയും ആൻറ്റിബയോട്ടിക്സ് കഴിച്ചിട്ടും അത് മാറാതിരിക്കുന്നത്. സ്റ്റെൻറ്റ് ഇടുക എന്നുള്ള ആദ്യം പ്രൈമറി ആയിട്ട് നമ്മൾ സ്റ്റെൻറ്റ് ഇടണം. സ്റ്റെൻറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. അതാണ് അത്യാവശ്യമായിട്ടും ചെയ്യേണ്ടത്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് സിറ്റിങ്ങിൽ വേണമെങ്കിൽ ഈ കല്ല് പൊടിച്ച് കളയാം. ലിത്തോട്രിപ്സി, ലേസറോ ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് സ്റ്റോൺ പൊടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റെൻറ്റ് എടുത്ത് മാറ്റുകയും ചെയ്യാം. മറ്റ് ഇതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഷുഗറോ അതുപോലുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അതും ഈ കൂട്ടത്തിൽ കൺട്രോൾ ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ആ ഒരു കാര്യത്തിനുള്ള വിശദമായ മറുപടി ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അത് കൃത്യമായി ഈ ഒരു വിഷയം കാണേണ്ടതുണ്ട്. ഷുഗറുണ്ടോ, അത്തരത്തിലുള്ള അനുബന്ധ രോഗങ്ങളുടെ സാധ്യതകളെല്ലാം നോക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം നോക്കി വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതും സ്റ്റെൻറ്റ് ഇടേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.